കൂട്ടുകാരെ, ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്ന് ലച്ചൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് ഈവനിങ്. അപ്പോൾ കൂത്തുപറമ്പ് കോട്ടയം മങ്ങാടിയിലുള്ള ചെറിയൊരു കാഴ്ചയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ വൈകിട്ട് തൊടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ അവിടെ കണ്ട ഈ ഒരു കൊച്ചു കാഴ്ച ഞാൻ എൻ്റെ മൊബൈലിൽ പകർത്തുകയും അത് ഞാനിവിടെ കൊണ്ടുവന്നിട്ട് എന്ത് രസമാണല്ലേ. ഒരു വൈകുന്നേരത്തെ വൈബാണ് ഇട്ടത്. ഇത് വീടിന് നേരെ മുമ്പിലുള്ള റോഡാണ്. ഇതാണ് വീട്. എൻ്റെ സ്വന്തം വീടല്ല കേട്ടോ, ഞാൻ ജോബ് ചെയ്യുന്ന വീടാണ്. വൈകുന്നേരം ഇപ്പോൾ ഇതേമാതിരി കുളിയൊക്കെ കഴിഞ്ഞു ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പുറത്തു കൂടെ ഒന്ന് നടന്നാണ് അപ്പോൾ കണ്ട കാഴ്ചയാണിത് കേട്ടോ. എങ്ങനെയുണ്ട്? അതിമനോഹരല്ലേ? എന്ത് രസമാണ് കാണാൻ. നമ്മൾ ശരിക്കും നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പ്രകൃതിയുടെ ഭംഗി നമ്മൾ ആസ്വദിക്കാറില്ല. നമ്മൾ ദൂരെ കാഴ്ചകൾ കാണാനായിട്ട് ദൂരെ സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോവാറാണ് ചെയ്യുന്നത് അല്ലേ. പൈസയും മുടക്കി നമ്മൾ പോകും. പക്ഷെ നമ്മുടെ വീടിന് പരിസരത്തുള്ള അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ നമ്മൾക്ക് കാഴ്ചശക്തി ഇല്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ കുറേ ദിവസമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നുന്നൊരു ഐഡിയ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വേണ്ട, ഒരു വീഡിയോസ് എടുത്തങ്ങ് പോസ്റ്റ് ചെയ്യാം. കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കാണട്ടെ, അവർക്ക് ഇഷ്ടപ്പെടുകയാണിട്ട്. പ്രകൃതിയെ സ്നേഹിക്കുന്ന ആർക്കും ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിറയെ മരങ്ങളും അതുപോലെ തന്നെ നാരങ്ങ എന്ന് വേണ്ടുന്ന ചക്ക, മാങ്ങ എല്ലാം ഉണ്ട് ഈ ഒരു കൊച്ചു സ്ഥലത്ത്. അതിനിടയ്ക്ക് നമ്മുടെ സൂര്യൻ അസ്തമിക്കാൻ വേണ്ടിയിട്ട് കൂടണയാൻ വേണ്ടി പോകുന്ന പോക്കാണ് ഇത്. നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂട് എന്ന് പറഞ്ഞാൽ നല്ല ചൂട് തന്നെയാണ്. അപ്പോൾ മുറ്റത്ത് നിന്നപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. മുറ്റം സിമെൻ്റ് ആയതുകൊണ്ട് അടിയിൽ നിന്നും ചൂട് കയറുന്നതിനെ കൊണ്ട് ഞാൻ തൊടിയിലേക്ക് കയറിയതാണ്. അപ്പോൾ ഇവിടേക്ക് മാത്രം മഴ പെയ്തിട്ടില്ല, എല്ലാ സ്ഥലത്തും മഴ പെയ്തു എന്ന് കേൾക്കുന്നുണ്ട്. ഈ ഒരു കോട്ടയം മങ്ങാടിയിലേക്ക് മാത്രം മഴ എത്തിയിട്ടില്ല. കൂത്തുപറമ്പ് കോട്ടയം മങ്ങാടി കേട്ടോ. അപ്പോൾ ഇവരുടെ ഈ ഒരു വീടിൻ്റെ പരിസരത്ത് ചക്ക, മാങ്ങ എന്ന് വേണ്ട കറിവേപ്പില, പിന്നെ പപ്പായ, അതുപോലെ തന്നെ ഇവർ കടയിൽ നിന്ന് കിട്ടുന്ന പപ്പായ കുരുവൊക്കെ നട്ടിട്ടാണ് പപ്പായ മുളപ്പിച്ചെടുത്തിട്ട് നട്ടുപിടിപ്പിച്ചതാണ് കേട്ടോ. അതേമാതിരി മാങ്ങ, എല്ലാ സംഭവങ്ങളും ഉണ്ട്. നാരങ്ങ, നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും അത്യാവശ്യം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. സപ്പോട്ട, മുരിങ്ങയില, പിന്നെ സീതപ്പഴം, അങ്ങനെ വേണ്ടുന്ന എല്ലാതും. പിന്നെ കുരുമുളക്, ചക്ക ഉണ്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന സംഭവം തന്നെയാണ്. പക്ഷേ എനിക്കിതൊരു ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് അടിച്ച് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് ലച്ചൂസിൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ് ചെയ്യാനും കൂടി മറക്കരുത്. ഞാനിടുന്ന